എല്ലാ മലയാളീസിനും എൻ്റെ നമസ്കാരം. ഞാനിപ്പം ഈ വീഡിയോ ഇടുന്നത് രാത്രിയിലാണ്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു അവർക്ക് ഈ വീഡിയോ ഞാൻ 1.5-2 വർഷം മുമ്പ് ഇട്ടതാണ്. പക്ഷേ ഒന്നുകൂടെ ആ വിഷയം ഒന്ന് ഇടണമെന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ അതിൻ്റെ ഇരട്ടി കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെ പലർക്കും അറിയാൻ വയ്യാത്ത കാര്യമാണ്, പലരോടും പറയാൻ മടിക്കുന്ന വിഷയമാണ്, ഡോക്ടറുടെ അടുത്ത് പോലും പോയാലും വലിയ രക്ഷയില്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഒന്നുകൂടി ഇടണേന്ന് എന്നോട് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു. ആണും പെണ്ണുമായിട്ട് കുറേ കൂട്ടുകാർ എന്നോട് പറഞ്ഞു, ചേച്ചി ഈ വീഡിയോ ഒന്നുകൂടെ ഇടണേ, ഞങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ട് നടക്കുന്നത്, നമുക്ക് പോലും അവരോട് പറയാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ട് ചേച്ചി ആ വിഷയം ഒന്നുകൂടെ ഇടാൻ പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വിഷയം നിങ്ങളുടെ അടുത്ത് ഇടുന്നത്. അതുകൊണ്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് പോകരുത്, ഈ വീഡിയോ കാണണം. കുറച്ചേ ഉള്ളൂ, 3-4 മിനിറ്റേ ഉള്ളൂ. അത് കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും അത് പ്രയോജനമുള്ളതാണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്ക്, സഹോദരങ്ങൾക്ക് ഒക്കെ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവർക്ക് പ്രയോജനമുള്ള ഒരു വിഷയമാണ് ഞാനിടുന്നത് കേട്ടോ. ഇനി ഞാൻ പറയുന്നത് ഞാനിപ്പം എൻ്റെ വീട്ടിലെ കക്കൂസിലാണ്. കക്കൂസ് എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. ഇത് കക്കൂസിനകത്തെ പൈപ്പാണ്. നമ്മൾ കക്കൂസിൽ പോയിട്ട് കുണ്ടി കഴുകാനായിട്ട്, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ചേച്ചി ഇത്രയും അത് പതിക്കുന്നത്, പക്ഷേ നാട്ടിലെല്ലാവരും അങ്ങനെ പറയും. നമ്മൾ തൂറാൻ പോവാന്ന് പറയത്തില്ലേ, തൂറിക്കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് ഈ പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ കുണ്ടി കഴുകുന്നത്. അപ്പം കുണ്ടി എന്ന് പറയും പല ഭാഷയിലാണ്. ചില നാട്ടുകാർ മലദ്വാരം എന്ന് പറയും. മലദ്വാരം എന്ന് പറയുന്നത് ഡോക്ടറുടെ ഭാഷയാണെന്ന് തോന്നുന്നു. ചിലർ അറിവുള്ളവർ ഗുദമെന്ന് പറയും. എന്നെപ്പോലെ അറിവില്ലാത്തവരൊക്കെ കൊതമെന്ന് പറയും. അങ്ങനെ പല ഭാഷയിലാണ്. അപ്പം ഈ പൈപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അറിയാം. ഇത് നമ്മുടെ കക്കൂസിൻ്റെ പൈപ്പാണ്. കക്കൂസിൻ്റെ അടുത്ത് നമ്മൾ വെച്ചിരിക്കുന്നത്, അത് കുണ്ടി കഴുകാൻ. അപ്പം പലർക്കും അറിയത്തില്ല, ഇതിൻ്റെ ഉപയോഗം അറിയാത്ത ഒത്തിരി പേരുണ്ട്. പലരും ഇത് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കൈ കിട്ടും തേച്ച് കഴുകാറുണ്ട്. പക്ഷേ കൈയിട്ട് നമ്മൾ കഴിയില്ലെങ്കിലും പൈപ്പ് കൊണ്ട് നമ്മൾ പുറകെ കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈപ്പ് നമ്മൾ ഫ്രണ്ടിൽ കൂടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറവശം കഴുകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് പുറകെ കൂടെ വേണം പിടിച്ച് കഴുകാൻ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഈ അരിയസിൻ്റെ അസുഖമുള്ളവരൊക്കെ ഉണ്ടല്ലോ, പലരുടെയും വീട്ടിലുണ്ട്. ആരോടും പറയത്തില്ല, പക്ഷേ അവരൊക്കെ ഭയങ്കര മടിയാണ് എല്ലാവരോടും പറയാൻ. അരിയസിൻ്റെ അസുഖമുള്ള ആൾക്കാർ മിക്ക വീട്ടിലും ഉണ്ട്. ചെറുപ്പക്കാർക്കും ഉണ്ട്, കൊച്ചു പിള്ളേർക്കുണ്ട്, പ്രായമുള്ളവർക്കുണ്ട്, എല്ലാ പ്രായത്തിലുള്ളവർക്കുണ്ട്. ചിലർക്ക് പ്രസവത്തിലെ സ്ത്രീകൾക്ക് തുടങ്ങുന്നവരുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ തുടങ്ങിയത്, പ്രസവത്തോടാണ് അതിൻ്റെ അസുഖം തുടങ്ങിയത്. പിന്നെ കക്കൂസിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. കക്കൂസിൽ പോയിരിക്കുമ്പോൾ മുക്കിയുള്ള ചോരയെല്ലാം പോകും. പക്ഷേ കക്കൂസിൽ പോകാൻ നടക്കത്തില്ല. കാരണം നമ്മുടെ മലദ്വാരത്തിൻ്റെ 4 സൈഡിലായിട്ട് ഈ അസുഖം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ഈ പൈൽസ് എന്ന് പറയും, അതിന് അരിയസ് എന്ന് നാട്ടിൽ പറയും. അപ്പോൾ ആരിയസിൻ്റെ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിൻ്റെ അകത്ത് 4 വശവും ഇങ്ങനെ ഓറകളുണ്ടാകും, കിഴുത്തായിട്ട് എന്താകും. അപ്പം നമ്മൾ കക്കൂസിൽ പോകുന്ന സമയത്ത് നമ്മൾ മുക്കെന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം, മല ഇറങ്ങി വരുന്ന സമയത്ത് അത് 4 വശത്ത് കയറിയിരിക്കും. അത് ചില സമയത്ത് നമ്മൾ ഈ ആട്ടുംപുഴുക്ക ഇടുന്ന പോലെ ചിലപ്പോൾ നമുക്ക് മലശോധന വരുമല്ലോ. അപ്പോൾ ഇത് സൈഡിൽ കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇറങ്ങി വരത്തില്ല. നമ്മൾ എത്ര കടന്ന് മുക്കിയാലും മണിക്കൂറെടുക്കും ചിലർ കക്കൂസിൽ പോയി കഴിഞ്ഞാൽ, പക്ഷേ അത് ഇറങ്ങി വരത്തില്ല. അപ്പം അതിന് ഞാൻ സ്വയം കണ്ടുപിടിച്ച മരുന്നാണ് കേട്ടോ. മരുന്നെന്ന് പറഞ്ഞാൽ സ്വയം കണ്ടുപിടിച്ചൊരു എൻ്റെ സ്വയം ട്രീറ്റ്മെൻറ്റാണിത്. അത് പ്രയോജനമുണ്ടെന്ന് ഞാനിപ്പം ഒരു 10 വർഷത്തോളമായത് ചെയ്യുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതുകൊണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇങ്ങനെ അരിയസിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യണം. ഈ കക്കൂസിൽ നമ്മുടെ ഈ പൈപ്പ് ഉണ്ടല്ലോ, കുണ്ടി കഴുകുന്ന പൈപ്പ്, ഈ പൈപ്പിൻ്റെ ഈ വശം ഉണ്ടല്ലോ, ഇത് നമ്മുടെ മലദ്വാരത്തിൻ്റെ അടുത്ത് വേണം. അകത്തോട്ടൊന്നും തള്ളിക്കയറ്റണ്ട, പുറത്ത് വെച്ചാൽ മതി. ചിലർ പറയും ഇത് അകത്തോട്ട് തള്ളിക്കയറ്റിയ ആ ഭാഗം വലുതാകുമെന്ന്. ഇത് അകത്ത് കയറ്റാനല്ല പറയുന്നത്. ഇത് നമ്മൾ മലദ്വാരത്തിൻ്റെ വെളിയിൽ ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പ്രസ് ചെയ്തുകൊണ്ടെങ്കിൽ വെള്ളം ചീറ്റും. അപ്പം ആ വെള്ളം ഇങ്ങനെ കുറച്ച് ഇതിലോട്ട് പ്രഷർ ചെയ്യുമ്പോൾ ഈ വെള്ളം നമ്മുടെ മലദ്വാരത്തിൻ്റെ അകത്ത് കയറും. അപ്പോൾ ഒരു തടം വെള്ളം, 2 തടം വെള്ളം ഇങ്ങനെ കുറച്ച് നമ്മൾ ഉള്ളിൽ ഒഴിച്ച് കൊടുത്തു കഴിയുമ്പം അകത്ത് തങ്ങിയിരിക്കുന്ന മലമെല്ലാം പുറത്ത് വരും. പിന്നെ നമ്മളധികം മുക്കേണ്ട ആവശ്യമില്ല കിടന്ന്. പക്ഷേ എന്നെപ്പോലുള്ള ഒരുപാട് പേര്, അതായത് ഹോസ്പിറ്റലിലുള്ള പേഷ്യൻ്റ് പോലും ഡോക്ടർ കയ്യിൽ ഉറയിട്ടിട്ടാണ് പല പേഷ്യൻറ്റിൻ്റെയും മലം എടുത്ത് കളയുന്നത്. കാരണം സൈഡിലിരിക്കുന്നുണ്ട്, അവർക്ക് ഇറങ്ങി വരത്തില്ല, അവർക്ക് അറിയത്തില്ല അതെങ്ങനെ കളയേണ്ടതെന്ന്. അതുകൊണ്ട് ഡോക്ടർമാർ കയ്യിൽ ഉറയിട്ടിട്ടാണ് അവരുടെയൊക്കെ മലം പുറത്തെടുത്ത് കളയുന്നത്. വിരലിട്ടെടുത്ത് കളയും സൈഡിൽ കൂടെ. അപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാൻ അവർ പോലും നമ്മളോട് ഇതൊന്നും പറഞ്ഞു തരത്തില്ല. കാരണം അവർക്ക് ഇതൊക്കെ ആശുപത്രി ചെല്ലുമ്പോൾ പൈസ കിട്ടുന്നതാണ്. പിന്നെ പല മരുന്ന് ഉപദേശിച്ച് തരുന്നവരും ഒക്കെ എല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു തരുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവരുടെ
ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ദോഷങ്ങളൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. ഈ പൈപ്പ് ഉള്ളവർ ഈ പൈപ്പ് കൊണ്ട് മലദ്വാരത്തിൻ്റെ പുറത്ത് ഇവിടെ ചേർത്ത് ഇങ്ങനെ പിടിക്കണം. പിടിച്ചിട്ട് നമ്മൾ ഈ പൈപ്പിൻ്റെ ഈ മൂല ഇങ്ങനെ പ്രസ് ചെയ്യണം. അപ്പോൾ വെള്ളം അകത്തോട്ട് കയറും. അപ്പോൾ കുറേശ്ശെ വെള്ളം ആദ്യം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് നോക്കുമ്പോഴത്തേക്ക് സൈഡിൽ ഇരിക്കുന്ന കുറേ ഇറങ്ങി വരും. പിന്നെ രണ്ടാമതായപ്പോൾ നമുക്ക് ഉള്ളിലുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, സൈഡിലുണ്ടെങ്കിൽ നമുക്ക് ഫീലിങ്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താണെന്നറിയാം, ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതെല്ലാം വെളിയിൽ കളയണം. അപ്പം നിങ്ങൾ ഇത് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റത്തില്ല. എല്ലാവർക്കും പറയാനും മടിയുള്ളവർ അനങ്ങത്തില്ല. കക്കൂസിൽ പോയി മണിക്കൂർ ഇരിക്കും, മുക്കിയാലും പോകത്തില്ല. പിന്നെ എപ്പോഴും ചൊറിച്ചിലായിരിക്കും മൂട്ടിൽ RHS ഉള്ളവർക്ക്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ മലദ്വാരം 4 വശത്തു നിന്നുള്ള ഇറങ്ങിപ്പോരും കേട്ടോ. നല്ല അനുഭവമാണ്, ഞാൻ പറയുന്ന എക്സ്പീരിയൻസ് കൊണ്ട് പറയുക. അതുകൊണ്ട് നിങ്ങൾ ഈ അറിവ് മറ്റുള്ളവരായിട്ട് പങ്കുവെക്കണം. നിങ്ങൾക്കും പറ്റുന്നവർക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ ഗ്രൂപ്പിലാണേലും. ഇതിന് നമുക്ക് നാണിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ്. അതിന് പ്രായമോ സ്വഭാവമോ അല്ലെങ്കിൽ പഠിപ്പോ ഒന്നും അതിന് പ്രശ്നമല്ല. എല്ലാ മനുഷ്യർക്കും വരുന്നൊരു അസുഖമാണിത്. മിക്ക വീടുകളിലുള്ളവർക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാ മനുഷ്യർക്കും എത്തിച്ചു കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നത് നല്ല കാര്യമല്ലേ. നമുക്ക് പണച്ചെലവൊന്നും ഇല്ലല്ലോ. ആശുപത്രിയിൽ പോയി മരുന്ന് കഴിക്കുകയോ രാവിലെ വൈകിട്ടും മലശോധനയ്ക്കുള്ള മരുന്ന് കഴിക്കുകയോ ഒന്നും വേണ്ട. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മുക്കണ്ട ഇറങ്ങിപ്പോരും. അതുപോലെ നമുക്ക് ഈ പിന്നെ ഗ്യാസ് പോലെ മലം പോയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ നാറ്റമുള്ള ഗ്യാസൊക്കെ ആയിട്ട് നമുക്ക് പബ്ലിക്കിലൊക്കെ ഇറങ്ങാൻ ഭയങ്കര മടിയായിരിക്കും. കാരണം നമുക്ക് തന്നെ നാറും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മണമുള്ള ഗ്യാസ് പോകുമ്പോൾ. അതുകൊണ്ട് നിങ്ങളിത് പ്രയോജനപ്പെടുത്തണം മാക്സിമം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇട്ട് തരും. ഇടയ്ക്ക് 5-6 മിനിറ്റൊക്കെ കാണത്തുള്ളൂ. അപ്പം നിങ്ങളിത് എന്താണെയോ ഇതുപോലെയുള്ള നല്ല വിവരങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് കൂടെ കുടിക്കും. അപ്പോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് കാര്യമില്ല. കാരണം ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ ഓവറാണ്. അതുകൊണ്ട് ഫോളോ ചെയ്ത് കൂടെ കൂടുക. ഞാൻ ഇടുന്ന ചെറിയ നല്ല ടിപ്സുകൾ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതും ആർക്കും ദോഷമില്ലാത്തതും പണച്ചെലവില്ലാത്തതുമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് നമുക്ക് നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് ഇനിമ നമുക്ക് പറയാമെങ്കിലും ഇത് ഇനിമയായിട്ടല്ല, നമ്മൾ വെള്ളം അകത്തൊഴിച്ച് മലം പുറത്ത് കളയുക. അപ്പോൾ സാധാരണ ഇനിമാതെ പറയുമ്പോൾ ഓരോരുത്തർ കളിയാക്കും, ഇത് പ്രസവിക്കാൻ പോകുന്ന പെണ്ണുങ്ങൾക്ക് ചെയ്യുന്നത്. പ്രസവിക്കാൻ പോകുന്നവർക്ക് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് കൂടുതൽ മുക്കിക്കാതെ പ്രസവിക്കുന്ന സമയത്ത് മലമൊന്നും വെളിയിൽ വരാതിരിക്കാനായിട്ട് അവർക്ക് എന്തെങ്കിലും പൈപ്പ് കൊണ്ട് ഇങ്ങനെ വെള്ളം അടിച്ച് ഡോക്ടർമാരോ അല്ലെങ്കിൽ നഴ്സുമാരോ അടിച്ചു കൊടുക്കും. എന്നിട്ട് പോയിട്ട് കക്കൂസിൽ പോയിട്ട് വരാൻ പറയും പ്രസവിക്കുന്നതിന് മുമ്പേ. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കൂടുതൽ നടക്കുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്, മെസ്സേജാണ്. നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പറഞ്ഞു ചെയ്ത് കൊടുക്കുക കേട്ടോ. നാണിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുഭവം ഉള്ളവരൊക്കെ എനിക്ക് കമൻ്റായിട്ടിടണം. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്ത് വരും. ഓക്കെ, നമസ്കാരം.